ലഹരി മരുന്നുമായി മോഡൽ കൊച്ചിയിൽ പിടിയിലായ കേസിൽ അന്വേഷണം മോഡലിംഗ് കമ്പനികളിലേക്കും. പിടിയിലായ മോഡൽ അൽക്ക ബോണി മോഡലിംഗ് കമ്പനികൾക്കായി ലഹരി മരുന്ന് എത്തിച്ചിരുന്ന ഏജന്റ് ആണ് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഫാഷൻ ഷോകൾക്ക് മുൻപായി മോഡലുകൾക്ക് ലഹരി മരുന്ന് നൽകിയിരുന്നുവെന്ന് സൂചനയുണ്ട്. മോഡലിംഗ് കമ്പനികളുടെ മാനേജർമാരെയും പോലീസ് ചോദ്യം ചെയ്യും. നവമി ദിനേശാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് കൊച്ചിയിൽ നിന്ന്. നവമി, ഈ അൽക്ക ബോണി ചെറിയ മീനല്ല എന്നുള്ള സൂചനയാണോ ലഭിക്കുന്നത്? എൽദോ, വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും ഈ അൽക്ക ബോണിയെ ചോദ്യം ചെയ്യുന്നതിലൂടെ പോലീസിൽ നിന്നും വ്യക്തമാകുന്നത്. മോഡലിംഗിന്റെ മറവിൽ വലിയ രീതിയിലുള്ള ലഹരി ഇടപാടുകളാണ് അൽക്ക ബോണിയും സുഹൃത്തുക്കളും കൊച്ചി കേന്ദ്രീകരിച്ച് നടത്തുന്നത്. ഇപ്പോൾ തന്നെ മോഡലിംഗ് ചെയ്യുന്ന സുഹൃത്തുക്കളുമായി അൽക്ക ഇവർക്ക് ഈ ലഹരി ഇടപാടുകൾ നടത്തുകയും അതുവഴി പണമുണ്ടാക്കുകയും ചെയ്യുന്നു. അതിനുവേണ്ടി തൻ്റെ സുഹൃത്തുക്കളെ വരെ അൽക്ക ഉപയോഗിക്കുന്നുവെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മോഡലിംഗിനായി ബാംഗ്ലൂരിലേക്ക് പോകുന്നു. ഇതുവഴി തിരിച്ചെത്തുമ്പോൾ ബാംഗ്ലൂരിൽ നിന്നാണ് പ്രധാനമായും ലഹരി അൽക്ക വാങ്ങുന്നത്. ഇത് തുച്ഛമായ തുകയ്ക്കായിരിക്കും ബാംഗ്ലൂരിൽ നിന്നും ലഹരികൾ വാങ്ങുക. അതിനുശേഷം കൊച്ചിയിലെത്തി ഇരട്ടി തുകയ്ക്ക് സുഹൃത്തുക്കൾക്കും ഈ ലഹരി ആവശ്യമുള്ളവർക്കും വിൽക്കുന്നു. ഒരു ദിവസം 46,000 രൂപ വരെ അൽക്കയ്ക്കും സുഹൃത്തുക്കൾക്കും ഇതുമായി ബന്ധപ്പെട്ട് കിട്ടുന്നുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. അതോടൊപ്പം ഇവർ പ്രധാനമായും ഈ തുക ആഡംബര ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന കാര്യവും പോലീസിന് വ്യക്തമാകുകയും ചെയ്തു. ഈ അൽക്കയും ആൺ സുഹൃത്തും ഒപ്പമുണ്ടായിരുന്ന മറ്റ് സുഹൃത്തുക്കളും ഉൾപ്പെടെ 6 പേരെയാണ് എളമക്കരയിലുള്ള ഒരു ലോഡ്ജ് ഹോട്ടലിൽ നിന്നും പോലീസ് പിടികൂടുന്നത്. ആ പിടികൂടുന്ന സമയത്ത് തന്നെ അൽക്കയും സുഹൃത്തുക്കളും വലിയ രീതിയിൽ ലഹരി ഉപയോഗിച്ച അവസ്ഥയിലായിരുന്നു. ബോധമില്ലാത്ത പാതി ബോധത്തിലായിരുന്നു പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ. ഇവരുടെ മൊബൈലിൽ നടത്തിയ പരിശോധനയിൽ ലഹരി ഇവരുടെ കൈ ഞരമ്പുകളിൽ ഇഞ്ചക്ട് ചെയ്യുന്ന വീഡിയോ സഹിതം പോലീസിന് ലഭിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ പോലീസ് ഇന്ന് മാധ്യമങ്ങളോടായി പറഞ്ഞത്, അതായത് ഈ മോഡലുകളെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് നീങ്ങുന്നത്. സെലിബ്രിറ്റികളായ കൊച്ചിയിലെ മോഡലുകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങുന്നുണ്ട്. പക്ഷേ ഇത് ആരൊക്കെയാണെന്ന് പോലീസ് വിവരം പുറത്തുവിട്ടിട്ടില്ല. ഈ മോഡലുകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, ഒപ്പം തന്നെ ഈ മോഡലിംഗ് ഏജൻസികൾ, സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം. ഇതിൽ കൊച്ചിയിലെ പ്രധാനപ്പെട്ട 3 മോഡലിംഗ് സ്ഥാപനങ്ങൾ ഇവിടെയുള്ള മാനേജർമാരോട് ഹാജരാകാനും എളമക്കര പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവരെയും വിശദമായി ചോദ്യം ചെയ്യണം. ഇവരറിഞ്ഞുകൊണ്ടുള്ളൊരു ലഹരി വിൽപ്പന തന്നെയാണോ കൊച്ചിയിൽ നടക്കുന്നത് എന്നുള്ളൊരു സംശയം കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ 6 പേരെയും എളമക്കര പോലീസ് പിടികൂടുന്ന സാഹചര്യത്തിൽ ഇവരുടെ കയ്യിൽ നിന്നൊരു ഡയറി കണ്ടെത്തുകയും ചെയ്തു. ആ ഡയറിയിൽ നടത്തിയ വിശദമായ പരിശോധനയിൽ എത്ര രൂപയ്ക്കാണ് അവസാനമായി ഇവർ ലഹരി വാങ്ങിയത്, അത് എത്ര രൂപയ്ക്കാണ് വിറ്റത്, ആർക്കൊക്കെ വിറ്റു, അതോടൊപ്പം ബോസ്, കാക്ക എന്നീ 2 പേരുകളിലുള്ളവരും ഉണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ യഥാർത്ഥ നാമം പോലീസിന് വ്യക്തമായിട്ടില്ല. ഇവരാണ് ഏജന്റുകൾ, ഇവരാണ് പ്രധാനപ്പെട്ട ആളുകൾ, കൊച്ചിയിലെ പ്രധാനപ്പെട്ട ആളുകൾ. ഇവർക്കും ഈ കിട്ടുന്ന തുകയുടെ ഒരു പങ്ക് കൈമാറുമെന്നും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഈ ബോസ്, കാക്ക ഇവർ 2 പേരും ആരാണെന്നുള്ളൊരു അന്വേഷണത്തിൽ കൂടി പോലീസ് കടക്കുന്നുണ്ട്. എന്തായാലും മോഡലിംഗിന് തൊട്ടു മുൻപ് ഈ ഫാഷൻ ഷോയിൽ റാമ്പുകളിലേക്ക് യുവതികൾ ഇറങ്ങുന്നതിന് മുൻപ് അവർക്ക് ലഹരി നൽകുന്നു. ആ ലഹരി ഉപയോഗിച്ച ശേഷമാണ് ഇവർ മോഡലിംഗിലേക്ക് ഇറങ്ങുന്നതെന്നും പോലീസിന് വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരം പോലീസ് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അൽക്ക ബോണിയെ കേന്ദ്രീകരിച്ച് വലിയ ഒരു റാക്കറ്റ് തന്നെ കൊച്ചി കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അതും മോഡലിംഗിന്റെ മറവിൽ സുഹൃത്തുക്കൾക്ക്, തൻ്റെ പെൺ സുഹൃത്തുക്കളെ ലഹരി നൽകുകയും അതോടൊപ്പം അവരെ ലഹരി വിൽക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തരത്തിലേക്കാണ് അൽക്ക ബോണി ഇവിടെ അവരുടെ ലഹരി കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 6 പേരെ, അതും 21-നും 30 വയസ്സിനും ഇടയിലുള്ള യുവാക്കളെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. പ്രധാനമായും മോഡലിംഗിനും എത്തുന്നതും ഈ പ്രായത്തിലുള്ള പെൺകുട്ടികളും ആൺകുട്ടികളുമായിരിക്കും. ഇവരിലാണ് കൂടുതലായും ഈ അൽക്കയും സുഹൃത്തുക്കളും അല്ലെങ്കിൽ മറ്റ് ഏജന്റുകൾ ലഹരി ഇടപാടുകൾ നടത്തുന്നതിനും ഉപയോഗം നടത്തുന്നതിനും വേണ്ടി
കണ്ടെത്തുന്നത്. ഇവരിലേക്കായിരിക്കും ഇത് ബ്രെയിൻ വാഷ് ചെയ്ത് അവർക്ക് ലഹരി നൽകുകയും അതോടൊപ്പം ഇത് കച്ചവടം നടത്തിയാൽ കൂടുതൽ തുക ലഭിക്കും. മോഡലിങ്ങിനെ സംബന്ധിച്ച ഒരു ആഡംബര ജീവിതമാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. ആ ആഡംബര ജീവിതം സാധിക്കണമെങ്കിൽ ഇത്തരത്തിൽ ലഹരി വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പൈസയ്ക്ക് ഇവർക്ക് ഇത്തരത്തിലുള്ള ഒരു ജീവിതം നയിക്കാൻ കഴിയും. അത് തന്നെയാണ് അൽക്കാബോണിയും ഈ ഒരു ലഹരി ഇടപാടിലേക്ക് കടന്നതും എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും അൽക്കാബോണിയെയും പിടികൂടിയ മറ്റ് 5 പേരെയും വിശദമായ ചോദ്യം ചെയ്യലുകളാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ മൊബൈൽ ഫോൺ അടക്കം വിശദമായ പരിശോധന, ബാങ്ക് അക്കൗണ്ടുകൾ, അതോടൊപ്പം ഇവരുടെ ഫോണിൽ കണ്ടെത്തിയ മെസ്സേജുകൾ, വീഡിയോകൾ അടക്കം പരിശോധിച്ചുകൊണ്ടുള്ള വിപുലമായ ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നൈജീരിയൻ സ്വദേശിയെ അടക്കം പോലീസ് പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 500 ഗ്രാം കഞ്ചാവ് കൈവശം വെച്ചതിന്, കഞ്ചാവല്ല മറ്റൊരു ലഹരി മരുന്ന് കൈവച്ചതിനായിരുന്നു ഈ നൈജീരിയൻ സ്വദേശിയെ പിടികൂടിയത്. പിന്നീട് വിശദമായ അന്വേഷണത്തിലാണ് ഇയാൾ കേരളത്തിൽ ലഹരികൾ എത്തിക്കുന്ന പ്രധാനപ്പെട്ട കണ്ണികളിൽ ഒരാളാണെന്ന് പോലീസ് മനസ്സിലാക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ ഈ അൽക്കാബോണിയെ പോലെ പലരും ഇത്തരത്തിൽ വലിയ രീതിയിൽ ലഹരി ഇടപാടുകൾ നടത്തുന്നുണ്ട് എന്ന് പോലീസിനെ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. മോഡലിംഗിന്റെ മറവിലാണ് അൽക്ക പ്രധാനമായും സുഹൃത്തുക്കൾക്കും ഈ മോഡലിംഗ് രംഗത്തുള്ള മറ്റുള്ളവർക്കും ലഹരി എത്തിച്ചു കൊടുക്കുക. ബാംഗ്ലൂരിൽ നിന്നുമാണ് ഇത് ലഹരി കൊണ്ടുവരിക. മോഡലിംഗിന് വേണ്ടി ബാംഗ്ലൂരിലേക്ക് പോകുന്നു, അവിടെ നിന്നും ചെറിയ തുകയ്ക്ക് ലഹരി വാങ്ങുന്നു, അതിനുശേഷം കേരളത്തിൽ എത്തിച്ച്, പ്രത്യേകിച്ചും കൊച്ചിയിലെത്തിച്ച് യുവാക്കൾക്കും പെൺകുട്ടികൾക്കും നൽകുന്നു എന്നൊരു വെളിപ്പെടുത്തൽ കൂടി അൽക്കയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇത് തന്നെയാണ് ഈ ഒരു രീതിയിലേക്കുള്ള ഒരു അന്വേഷണം കൂടിയാണ് പോലീസ് കടന്നിരിക്കുന്നത്. എൽദോ നവമി, ഇതിൽ ഈ മുഴുവൻ മോഡലിംഗ് രംഗത്തുള്ള ആളുകളെയും അടച്ചാക്ഷേപിക്കാൻ കഴിയില്ല. വളരെ നന്നായി മോഡലിംഗ് എന്ന പ്രൊഫഷനെ കൊണ്ടു നടക്കുന്നവരുണ്ട്, വളരെ ആത്മാർത്ഥമായി ചെയ്യുന്നവരുണ്ട്. പക്ഷെ അതിനുമപ്പുറം ഈ മോഡലിംഗ് സ്റ്റേജുകൾക്ക്, ഈവന്റുകൾക്ക് മുൻപ് ഇത്തരത്തിൽ ലഹരി നൽകുക മോഡൽസിന്, അങ്ങനെയൊക്കെയുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമാവുന്ന ഒരു സാഹചര്യത്തിൽ പോലീസ് ആരെങ്കിലും കൃത്യമായി അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു വല വിരിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല ഈ അൽക്കാബോണി ഇവർ എത്ര നാളായി ഈ മോഡലിംഗ് രംഗത്ത് അത്രമാത്രം ഒരു സജീവമായി മോഡലിംഗ് രംഗത്തുള്ള ആളാണോ ഈ അൽക്കാബോണി? പോലീസ് പറയുന്നത് ഇത്തരത്തിൽ യുവതികളെയും യുവാക്കളെയും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 20 വയസ്സ് 19 വയസ്സ് മുതൽ ഒരു 25 അല്ലെങ്കിൽ 30 വയസ്സിനുള്ളിലുള്ള യുവാക്കളെയും യുവതികളെയും കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ലഹരി ഇടപാടുകൾ നടത്തുക. ഈ മോഡലിംഗ് രംഗത്തിലേക്ക് കടക്കുമ്പോൾ എന്തോ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവരെയും നമുക്കിതിൽ ലഹരി ഉപയോഗിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഒരു വിഭാഗം ആളുകളിൽ, അതും ആഡംബര ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ലഹരി നൽകുകയും പിന്നീട് ഈ ഇത്തരത്തിൽ ലഹരി കൈമാറ്റം ചെയ്യുക അല്ലെങ്കിൽ വിൽപ്പന നടത്തുന്നതിലൂടെ നിങ്ങൾക്കും കൂടുതൽ പണം സമ്പാദിക്കാമെന്ന് അവരിലേക്ക് ബോധ്യപ്പെടുത്തുകയും ആ ഒരു രീതിയിലേക്ക് തുടക്കത്തിൽ ചെറിയ രീതിയിൽ ലഹരി ഇടപാടുകൾ നടത്തുന്നു, സുഹൃത്തുക്കളിലേക്കൊക്കെ നൽകുന്നു. പിന്നീട് ഇത് വലിയ രീതിയിലേക്ക് ലഹരി ഇടപാടുകൾ നടത്തുന്ന അല്ലെങ്കിൽ വിൽക്കുന്ന ഒരു രീതിയിലേക്ക് ഈ യുവാക്കളും യുവതികളും കടക്കുന്നു. ഇതിലൂടെ ഇവർക്ക് പൈസ ലഭിക്കുന്നു. ഒരു ദിവസം 46,000 രൂപ വരെ അൽക്കയ്ക്കും സുഹൃത്തുക്കൾക്കും ലഭിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. ഇത് തന്നെയാണ് ഇവരെ ഇതിലേക്ക് ആകർഷിക്കുന്നത്. നല്ല വലിയ രീതിയിലുള്ള തുക ലഭിക്കുന്നു, ആഡംബരമായിട്ടുള്ള ജീവിതം, ഇവർ ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു ജീവിതം ഇവർക്ക് നയിക്കാൻ സാധിക്കുന്നു. ഇത് തന്നെയാണ് പ്രധാനമായും ലഹരി ഇടപാടുകൾ നടത്താൻ യുവാക്കളെയും യുവതികളെയും പ്രേരിപ്പിക്കുന്നതെന്നുകൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മറ്റ് അന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ പോലീസ് മോഡലിംഗ് രംഗത്തുള്ള, അതായത് അൽക്കയുടെ കോണ്ടാക്റ്റിലുള്ള അല്ലെങ്കിൽ ഇവരുടെ മൊഴി പ്രകാരമുള്ള ഒരു അന്വേഷണത്തിലേക്ക് കൂടിയാണ് പോലീസ് കടക്കുന്നത്. അതിൽ പ്രാഥമികമായി തുടക്കത്തിൽ അൽക്കയുടെ അടുത്ത സുഹൃത്തുക്കൾ, അതായത് അൽക്കയുടെ മൊഴി പ്രകാരമുള്ള സുഹൃത്തുക്കൾ, ഈ ലഹരി ഇടപാടിന് വേണ്ടി തന്റെ പെൺ സുഹൃത്തുക്കളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് അൽക്ക പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവരിലേക്കുള്ള ഒരു അന്വേഷണമായിരിക്കും ആദ്യം നടത്തുക. ഇവർക്ക് അൽക്കയിൽ നിന്ന് മാത്രമാണോ ലഹരി ലഭിക്കുക, അത് മറ്റേതെങ്കിലും വിധത്തിലുള്ള ലഹരി ലഭിക്കുന്നുണ്ടോ, ഇവർ എത്ര നാളായി ഉപയോഗിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളായിരിക്കും പോലീസ് പ്രധാനമായും അന്വേഷിക്കുക. മറ്റൊന്ന്, അൽക്ക ഈ മോഡലിംഗ് രംഗത്തേക്ക് വന്നിട്ട് വർഷങ്ങളായി, ഏകദേശം ഒരു 6-7 വർഷമായി മോഡലിംഗ് രംഗത്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടി കൂടിയാണ്. 21 വയസ്സുകാരിയായ അൽക്ക വരാപ്പുഴ സ്വദേശിയാണ്. മോഡലിംഗ് രംഗത്തിലേക്ക് വരികയും പിന്നീട് ഇത്തരത്തിൽ ലഹരി ഇടപാടുകളിലേക്ക് വീഴുകയും അല്ലെങ്കിൽ ലഹരി ഇടപാടുകാരുമായി സംസാരിക്കുകയും ലഹരി ഉപയോഗിക്കുകയും പിന്നീട്
വലിയ തരത്തിൽ ലഹരി ഇടപാടുകൾ നടത്തി അത് ഉപയോഗിച്ച് പിന്നീട് ആഡംബര ജീവിതത്തിന് വേണ്ടി ഇത്തരത്തിൽ പണം സമ്പാദിക്കുന്ന ഒരു രീതിയിലേക്ക് അൽക്ക മാറുകയും ചെയ്തിട്ടുണ്ട്. കൊച്ചിയിലെ തന്നെ പ്രധാനപ്പെട്ട മോഡലിംഗ് ഏജൻസികൾ, മോഡലിംഗ് സ്ഥാപനങ്ങളുമായി ബന്ധമുള്ള ഒരു കുട്ടി കൂടിയാണ് അൽക്ക എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. ബാംഗ്ലൂരാണ് പ്രധാനമായും മോഡലിങ്ങിന് വേണ്ടി അൽക്ക എപ്പോഴും പോകുന്നത്. അവിടെ നിന്നാണ് ലഹരി പദാർത്ഥങ്ങൾ വാങ്ങുകയും പിന്നീട് കേരളത്തിലെത്തി മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ തൻ്റെ സുഹൃത്തുക്കൾക്ക് വിൽക്കുകയും ഇടപാട് നടത്തുകയും ഉപയോഗം നടത്തുകയും ചെയ്തെന്നാണ് പോലീസിൽ നിന്നും വ്യക്തമാകുന്നത്. മറ്റൊരു കാര്യം, ഈ അൽക്ക ബോണി അറസ്റ്റിലായതിനു ശേഷമാണ് ഈ അൽക്ക സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ ആക്റ്റീവായിട്ടുള്ള ഒരു യുവതി കൂടിയാണ് അൽക്ക ബോണി. പിന്നീട് അൽക്ക കേസിലായി. പിന്നീട് കഴിഞ്ഞ ദിവസം അൽക്കയെ പിടികൂടിയതിന് ശേഷമാണ് അൽക്കയുടെ സോഷ്യൽ മീഡിയയിലെ ഫോളോവേഴ്സ് വർദ്ധിച്ചു എന്നുകൂടിയാണ് പോലീസ് പറയുന്നത്. അതിനു മുൻപ് അൽക്കയെ അറിയാത്തവരായിരുന്നു കൂടുതലും. ഇത്തരത്തിലൊരു കേസുണ്ട്, ഒരു മോഡലാണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് അൽക്കയെ കൂടുതൽ ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങിയത്. അതോടൊപ്പം അൽക്കയുടെ സോഷ്യൽ മീഡിയയിലെ ഫോളോവേഴ്സിന്റെ എണ്ണം വർദ്ധിച്ചു എന്നുകൂടി പോലീസ് പറയുന്നുണ്ട്. നോമി, മാത്രമല്ല ഇതൊരു വലിയ ശൃംഖലയാണ് എന്നുള്ള അനുമാനം പോലീസിനുണ്ടെന്ന് തോന്നുന്നു. കാരണം അന്ന് ആ ലോഡ്ജിൽ റെയ്ഡ് നടത്തിയപ്പോൾ ഇവരുടെ ഈ ലഹരി ഇടപാട് നടത്തിയ കണക്ക് പുസ്തകങ്ങളിൽ ചില നമ്പറുകൾ, ചില പേരുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ലഹരി നൽകിയവരുടെയും ലഹരി സ്ഥിരമായി ഇവരിൽ നിന്ന് വാങ്ങിക്കൊണ്ടു പോകുന്നവരുടെയൊക്കെ കണക്ക് രേഖപ്പെടുത്തിയ ഒരു പുസ്തകം. അപ്പോൾ ഈ അന്വേഷണം ഏതൊക്കെ തരത്തിൽ വ്യാപിപ്പിക്കുന്നുണ്ട്, ഏത് ഇക്ക, ബോസ് എന്നൊക്കെ തരത്തിൽ പലരെയും മെൻഷൻ ചെയ്തിരുന്നു എന്നൊക്കെ പോലീസ് അന്ന് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അന്വേഷണത്തിന്റെ ഒരു വ്യാപ്തി അത് എത്രത്തോളം വർദ്ധിപ്പിച്ചിട്ടുണ്ട് പോലീസ്? എൽദോ, ഇക്ക, ബോസ ഇവരെ രണ്ടുപേരുമാണ് പ്രധാനപ്പെട്ട കണ്ണികൾ. ഈ ലഹരി ഇടപാടുകൾ നടത്തുന്നതിൽ പ്രധാനപ്പെട്ട കണ്ണികൾ എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇവർക്ക്, അതായത് ഈ അൽക്ക ബോണിയും സുഹൃത്തുക്കളും വിറ്റ് കിട്ടുന്ന ലഹരിയുടെ പൈസ ഇത് ഇതിന്റെ ഒരു പങ്ക് ഭൂരിഭാഗവും കൊടുക്കുന്നത് ഈ ബോസ്, ഇക്ക എന്ന് പറയുന്ന രണ്ടു പേർക്കാണ്. പക്ഷെ ഇവരാരാണെന്ന് പോലീസിന് ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് വിശദമായ ചോദ്യം ചെയ്യലിൽ കൂടി മാത്രമേ പോലീസിന് അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരികയുള്ളൂ. പക്ഷേ കേരളത്തിൽ ലഹരി ഇടപാടുകൾ നടത്തുന്നതിൽ പ്രധാനപ്പെട്ട രണ്ട് കണ്ണികളാണ് ഇക്ക, ബോസ് എന്ന നാമത്തിൽ ആ കണക്ക് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന രണ്ടുപേരും. പക്ഷെ ഇവരുടെ യഥാർത്ഥ പേര്, എവിടെയാണ് സ്വദേശികൾ, ഇവർക്ക് എവിടെ നിന്നാണ് ലഹരി ഇടപാടുകൾ നടത്തുന്നത്, ഈ മോഡലിംഗ് രംഗത്തുള്ളവരാണോ അതോ മറ്റ് ഏതെങ്കിലും വിധത്തിൽ ജോലി ചെയ്യുന്നവരാണോ എന്നതാണ് ഇനി പോലീസിന് കണ്ടെത്താനുള്ളത്. അതോടൊപ്പം തന്നെ അൽക്കയുടെ പെൺസുഹൃത്തുക്കൾ, അവരെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കും കടക്കുന്നുണ്ട്. അതോടൊപ്പം മോഡലിംഗ് രംഗത്തുള്ള പല സെലിബ്രിറ്റികൾ എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. മോഡലിംഗ് രംഗത്തുള്ള പല സെലിബ്രിറ്റികളെയും പോലീസ് വല വിരിച്ചിട്ടുണ്ട്. അവരിലേക്കും വൈകാതെ തന്നെ അന്വേഷണം എത്തും. അവരാരൊക്കെയാണെന്ന് വരും ദിവസങ്ങളിൽ വെളിപ്പെടുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷെ ആരൊക്കെയാണ്, ഏത് രീതിയിലുള്ള അന്വേഷണമാണ് പോലീസ് കടക്കുന്നതെന്ന് ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല. അത് അന്വേഷണത്തെ ബാധിക്കും. ഇവർക്ക് രക്ഷപ്പെടാനുള്ളൊരു സാധ്യത തുറന്നു കൊടുക്കുന്നത് പോലെ ആയിരിക്കും. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള പേര് പുറത്തുവിടാൻ പോലീസ് തയ്യാറായിട്ടില്ല. പക്ഷേ എളമക്കര പോലീസ് ഈ ലഹരി വേട്ടയിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. അതോടൊപ്പം അൽക്കയുടെ ഈ മോഡലിംഗ് രംഗത്തുള്ള പെൺസുഹൃത്തുക്കൾ, അവർക്ക് എത്ര രൂപയ്ക്കാണ് ഈ ലഹരി പദാർത്ഥങ്ങൾ നൽകിയിട്ടുള്ളത്, അവരാർക്കൊക്കെയാണ് വിൽക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കായിരിക്കും പോലീസ് അന്വേഷണം നടത്തുക. ഈ കണക്ക് പുസ്തകം, ഈ ഡയറിയിൽ ആർക്കൊക്കെയാണ് ലഹരി നൽകിയിരിക്കുന്നത്, എത്ര രൂപയ്ക്കാണ് വിറ്റത്, എത്ര രൂപയ്ക്കാണ് ഇവർ ലഹരി വാങ്ങിയത്, ആർക്കൊക്കെയാണെന്ന് നമ്പർ അടക്കമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതും പോലീസിന്റെ പക്കലുണ്ട്. ഇവരിൽ ഓരോരുത്തരായും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നമ്പറുകളും പേരുകളും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്കും പോലീസ് കടന്നു കഴിഞ്ഞു. റൈറ്റ്, നോമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. കൊച്ചിയിൽ നിന്ന് വലിയൊരു ശൃംഖല ഇതിന് പിന്നിലുണ്ട്. അത് ബംഗളൂരുവിൽ നിന്നാണ് മെത്താഫെറ്റമിൻ ഉൾപ്പെടെയുള്ള, കൊക്കൈൻ ഉൾപ്പെടെയുള്ള തീവ്രമായിട്ടുള്ള ലഹരി മരുന്നുകൾ കേരളത്തിലേക്ക് എത്തിക്കുന്നത്. അത് മോഡലിങ്ങിന് പോകുന്ന വഴിയിൽ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ എത്തിക്കുന്നു. ഇവിടെ സ്വന്തം ഉപയോഗം, അത് മാത്രമല്ല മറ്റുള്ളവർക്ക് വിൽപ്പനയും നടത്തുന്നു എന്നുള്ളതാണ് പോലീസ് ഇതിൽ നിന്നും കണ്ടെത്തിയത്. 5 യുവാക്കളും ഒപ്പം ഈ മോഡൽ എന്ന് പറയുന്ന അൽക്ക ബോണി, ഇവരെയാണ് അന്ന് പോലീസ് ലോഡ്ജിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. അവരിൽ നിന്ന് വലിയ വിവരങ്ങൾ ഇതിന്റെ സംബന്ധിച്ച് ലഭ്യമാകുന്നുണ്ട് എന്നുള്ളതാണ് സൂചന. കൂടുതൽ പേരിലേക്ക് ഈ മോഡൽ രംഗത്ത് ഇത് സജീവമാണ് എന്നുള്ള തരത്തിലേക്ക്
കാര്യങ്ങൾ എത്തുന്നു എന്നാണെങ്കിലും അപ്പോഴും ഒരു കാര്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. മോഡലിംഗിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ വളരെ പ്രൊഫഷണലായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുടെ നേർക്കല്ല വിരൽ ചൂണ്ടുന്നത്. പക്ഷേ അതിനുമപ്പുറം ഇത്തരം ലഹരിയുടെ ഉപയോഗം പല മോഡൽ രംഗത്തുമുണ്ട് എന്നുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. നവമിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.